ഇന്ന് വേറെ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഫ്രൂട്ട്സൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ഒരു ബൗളിലോട്ട് ഒരു 3/4 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഒരു തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ചൂടും അങ്ങ് മാറും. ആ ഒരു ബദാമിൻ്റെ തൊലി ഉണ്ടല്ലോ പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ, ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ. കുറേ ഹാക്ക് വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ചെയ്ത് നോക്കാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ചെയ്ത് നോക്കിയപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ആ ഒരു തൊലി ഇളക്കി കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ കത്തിക്ക് വെച്ച് ചുരണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു തൊലി ഇളക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തൊലിയൊക്കെ ഞാൻ ഒന്ന് കളഞ്ഞ് 1-2 തവണ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ഡേറ്റ്സ് ആണ് കേട്ടോ. കുരുക്കൊന്ന് മാറ്റി അതും കൂടെ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സോക്ക് ആക്കിയിട്ട് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്തൊന്ന് അരച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് സോക്കായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ സ്നാക്സ് ഐറ്റംസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴും നോമ്പ് തുറക്കുന്നതിന് നമ്മളൊരു 10 മിനിറ്റ് മുന്നേട്ടോ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനതൊരു മിക്സി ജാറിലോട്ട് ഒരു ശമാമ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്, നല്ല പഴുത്തതായിരിക്കണം. ഉള്ളിലുള്ള കുരുവും പുറം ഭാഗത്തുള്ള ഒരു തോടുണ്ടല്ലോ, അതിൻ്റെ ഒരു തൊലിയും പിന്നെ ആ തൊലിയോട് ചേർന്നതിനൊരു വെള്ള ഭാഗം കാണുമല്ലോ, അതും കംപ്ലീറ്റ് ആയിട്ട് കളയണം കേട്ടോ. നന്നായിട്ടൊന്ന് താഴ്ത്തി ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് ഒരു മിക്സി ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡേറ്റ്സും ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡാണ്. കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കാം. കാരണം ഓൾറെഡി ആ ഒരു ബദാമിനായിരുന്നാലും ഡേറ്റ്സിനൊക്കെ ആയാലും ചെറിയ മധുരം കാണുമല്ലോ, ആ ഒരു മധുരത്തിൽ കുടിക്കാൻ സുഖമാണ് കേട്ടോ. മധുരം വേണ്ടെന്നുള്ളവർക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. പിന്നെ ഇത് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടപ്പാൽ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു മിൽക്ക് ഉപയോഗിച്ചാലും മതി. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തന്നെ എടുക്കണമെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒരു 3 കപ്പ് ഞാൻ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക, കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാലിൻ്റെ കാര്യം കുറേ കമൻറ്റ്സ് എനിക്ക് ഇൻസ്റ്റയിലൊരു വീഡിയോ വൈറലായി പോയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ജ്യൂസിൻ്റെ. അപ്പോൾ അതിലിങ്ങനെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് പാലിൻ്റെ കാര്യം. പാല് നമ്മളിവിടെ നാടൻ പശുവും പാലാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിളപ്പിച്ചാണ് എടുക്കുന്നത്. തിളപ്പിച്ച് പിന്നെ തണുപ്പിച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷേക്ക് മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ നോമ്പ് തുറക്കുള്ള ടൈമായിട്ടുണ്ട്. കുറച്ച് മുട്ടയ്ക്ക് ഞാൻ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തെ ഇടയത്താഴം എന്ന് പറയുന്നത് അപ്പോൾ ചിക്കൻ കറിയായിരുന്നു. അത്താഴത്തിന് വേണ്ടിയിട്ട് പുട്ടും ചിക്കൻ കറിയായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.